പ്രിയപ്പെട്ട ഉദ്ഘാടക, വലിയിലുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്നത്തെ ഈ ചർച്ച എടുക്കുന്ന പറഞ്ഞ പോലെ തന്നെ വളരെ കേരള സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന് പറയപ്പെടുന്ന, ഇപ്പോൾ ഫ്രട്ടേണിറ്റിന് ഒരു മുസ്ലിം സംഘടന എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെ ഫ്രട്ടേണിറ്റിയുടെ പേരിലേക്ക് വരുമ്പോഴത്തേന് പെട്ടെന്ന് സ്വാഭാവികമായിട്ടത് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വരും. അങ്ങനെ മുസ്ലിമിനകത്ത് തന്നെ ഒരു പ്രതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഇത് ഏറ്റെടുക്കുന്ന ഒരു പരിഹാസം ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിലെ പുരോഗമന സമൂഹത്തിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യതയില്ല എന്നുള്ളൊരു ചോദ്യമായിരിക്കും പലരിലൂടെ വരുന്നത്. അത് പറയാനുള്ള യോഗ്യത ഈ പറയുന്ന ചിലർ മാത്രമേ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ വരുമ്പോഴത്തേനുള്ള അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണുന്നവർ വളരെ കുറവായിരിക്കും. ഇതിപ്പോൾ ഈ ഇനിഷ്യേറ്റീവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ അയ്യങ്കാളിയെ പറ്റി മാത്രമാണ് ഞാൻ കുറച്ചു നേരം പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ അയ്യങ്കാളി എന്ന് പറയുന്നത് കേരള സമൂഹത്തിലെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാമൂഹ്യ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒന്ന് പരിശോധിച്ചാൽ ഒരു പുനർ ഓർമ്മ, ഒരു മെമ്മറി എന്ന് പറയുന്ന രീതി, ഏറ്റവും ശക്തമായ ഒരു റീമെമ്മറി രൂപപ്പെട്ടത് അയ്യങ്കാളിയുടെ മേലാണ്. അതായത് അയ്യങ്കാളി 1941 മരിച്ചു പോയ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകരാണ്, പരിഷ്കർത്താവാണ്, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ വിപ്ലവകാരിയാണ്. പക്ഷെ 1941 ശേഷം അദ്ദേഹത്തെ പറ്റി ഒരുപാട് വർഷങ്ങളോളം നിശബ്ദതയായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാവുന്ന പോലെ കേരള ചരിത്രത്തിൽ തലയെടുപ്പുള്ള വ്യക്തികളായിട്ട് അല്ല കേരളം സൃഷ്ടിച്ച മനുഷ്യരെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു 90-2000 വരെ ആ കാഴ്ചപ്പാടിൽ അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു വ്യക്തി അടയാളപ്പെട്ടുണ്ടായിരുന്നില്ല, ആരും ചിന്തിച്ചിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വളരെ വാർഷികമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അയ്യങ്കാളി എന്ന് പറയുന്ന അയ്യങ്കാളിയുടെ ഒപ്പം ജീവിച്ചിരുന്നവരും അയ്യങ്കാളിയുടെ ഒപ്പം സമരം ചെയ്തിരുന്നതായ ആൾക്കാർ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ജീവിച്ചിരിക്കുന്നവരെ ഓർമ്മകളും പിന്നെ ആ അയ്യങ്കാളി സമരം ചെയ്തിരുന്ന മിക്കവാറും പ്രദേശം ചങ്ങനാശ്ശേരി മുതൽ ബംഗാനൂർ, തിരുവനന്തപുരം ജില്ല മുതൽ കോട്ടയം ജില്ല വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങളിലാണ്, തിരുവിതാംകൂറും തിരുവനന്തപുരം ഒക്കെ അടക്കമുള്ള തെക്കൻ പ്രദേശങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സമരങ്ങളും സംഘടനയും ഉണ്ടായിരുന്നത്. അതിൽ പങ്കെടുത്ത വ്യക്തികൾ അതിൽ കൂടുതലുണ്ടായിരുന്ന ദലിതരായ സമൂഹങ്ങളാണ്. ദലിത് സമൂഹത്തിൽപ്പെട്ട കുറേ പേര് അന്ന് ജീവിച്ചിരിക്കുകയോ അവരുടെ ഓർമ്മകൾ ഒക്കെ കൊണ്ട് അതിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതപ്പെടുന്നത്, ജീവചരിത്രം എഴുതപ്പെടുന്നത്. അതെഴുതിയത് 1975 ചന്ദാനശ്ശേരിയാണ്. അതിനു മുമ്പ് ബംഗാനൂർ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ അയ്യങ്കാളിയുടെ മകൻ, ചെറിയ മകളുടെ ഭർത്താവ് ഒരു അയ്യങ്കാളി സുവനീർ ഇറങ്ങിയത്. ഇങ്ങനെയുള്ള ചില രേഖകൾ. അതിന് കഴിഞ്ഞിട്ട് കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് 75 എനിക്ക് തോന്നുന്നത് 75-74 ഒക്കെയാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന ഒരു വലിയ സംഭവമായിട്ടാണ് കേരളത്തിൽ വലിയ സംഭവമായിട്ടായിരുന്നു. തലമുറയിൽപ്പെട്ടവർക്ക് നിങ്ങൾക്കൊന്നും ഓർമ്മ കാണണമെങ്കിൽ പോലും അന്ന് ഒരു വലിയ സംഭവമായിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയും അത് ഒരു യാത്ര നടത്തുന്നു. അത് പ്രതിമാ യാത്ര ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരുപാട് അടികളും നടക്കുന്നു. അയ്യങ്കാളിയുടെ ആ സമയത്ത് പുലയരായ ആൾക്കാർ പല സ്ഥലത്തും പ്രതിമയെ സ്വീകരിക്കാൻ ചെല്ലുന്ന സമയത്ത് സംഘടനാപരമായ അവർ വലിയ കൂട്ടമായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സവർണ്ണ മേധാവികൾ പ്രത്യേകിച്ച് നായന്മാരുമായിട്ട് ഒരുപാട് അടികളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ പറയാൻ കാരണം ഒരു ഓർമ്മ ഒരു റീമെമ്മറി എന്ന അർത്ഥത്തിൽ അയ്യങ്കാളിയുടെ റീമെമ്മറി എന്ന് പറയുന്നത് പിന്നീടൊരു കുതിച്ചുചാട്ടാണ് നടന്നത്. കേരള ചരിത്രത്തിൽ അപ്രത്യക്ഷമായി പോവുകയോ ആരും പരിഗണിക്കാതെ കേരളത്തിലെ തനതായ കലാപം ചെയ്ത മനുഷ്യരിൽ അതായത് നമുക്കൊരു വലിയൊരു ശൂന്യതയായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ശിവപ്രതിഷ്ഠയെ എല്ലാവരും അംഗീകരിച്ചിരുന്നു കേരള സമൂഹത്തിൽ. അതേപോലെ ചില ഇത് അതിനുശേഷം നേരെ കണ്ടൻ ജമ്പ് ചാടിയിട്ട്
സ്വദേശാഭി രാമകൃഷ്ണനിലേക്ക് എത്തുക, സ്വദേശാഭിന്റെ രാമകൃഷ്ണ പിള്ളയിലേക്ക് എത്തുക, പിന്നെ EMS എത്തുക. ഇങ്ങനെയായിരുന്നു കേരള നവോത്ഥാനത്തിന്റെ ഒരു രീതിശാസ്ത്രം. ഇതിലുള്ള ദളിതരായ, പ്രത്യേകിച്ച് സഹോദരൻ ഇപ്പം പോലും ആരും പരിഗണിക്കുകയൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ 80-ന് ശേഷം 90-ന് ശേഷം വന്ന പുതിയ ദളിത് സംഘടനകളും ദളിത് നേതൃത്വവും തന്നെയാണ്, അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്, അവരുടെ പാരായണങ്ങളും സമരങ്ങളിലൂടെയാണ് അയ്യങ്കാളിക്ക് ഒരു ഓർമ്മയായി പുനർജീവിക്കപ്പെട്ടത്. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അത് പലപ്പോഴും പറയുന്നത് ശരിയാണ്. അയ്യങ്കാളിയുടെ സമരങ്ങളുടെ കാരണം എന്താണ്, അയ്യങ്കാളിയുടെ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അയ്യങ്കാളിയുടെ ഒരു പ്രത്യേകത കൊളോണിയൽ ആധുനികത എന്ന് പറയപ്പെടുന്ന കേരളത്തിന്റെ നവോത്ഥാനം എന്ന് കുറെ പേര് പറയുന്നു, അല്ലെ പ്രബുദ്ധതാ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ, അല്ലെ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം ഉണ്ടാകുന്ന 30-40 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തെയാണ് നമ്മൾ കേരള ആധുനികതയെന്നോ കേരളത്തിന്റെ കൊളോണിയൽ ആധുനികതയെന്നോ അല്ലെങ്കിൽ നവോത്ഥാനം എന്നൊക്കെ വിളിക്കപ്പെടുന്നത്, ഔദ്യോഗികമായിട്ട് വിളിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. ആ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ പോലെ ദലിതരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മാറ്റങ്ങളും തിരുവിതാംകൂർ പറഞ്ഞ പോലെ അത് വളരെ വ്യത്യാസമാണ്. മലബാറിന്റെ ചരിത്രവും തിരുവിതാംകൂറിന്റെ ചരിത്രവും രണ്ടും രണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മാമ്പറം തങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മലബാർ കലാപം നടക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന്, ഏറെക്കുറെ 75,000-ഓളം കീഴാള ജാതികളിൽപ്പെട്ട വിഭാഗങ്ങൾ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഈ മതപരിവർത്തനം നടത്തുന്നതോടുകൂടി അവർ ഇസ്ലാം മതത്തിൽ ലയിച്ചു ചേരുന്നു. അവർ ലയിച്ച് അവർക്ക് വേറൊരു അസ്തിത്വമില്ല. അവർ ഇസ്ലാം തന്നെയായി, അല്ലെ മുസ്ലിങ്ങൾ തന്നെ ആയി മാറുമ്പോൾ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കീഴ്ജാതിക്കാർ എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗങ്ങളും പണ്ട് വിചാരിക്കുന്ന പോലെയല്ല, ഈഴവരിൽ നിന്നുകൊണ്ട് നാടാർമാരിൽ നിന്നൊക്കെ മുസ്ലിം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയിരുന്നു. പക്ഷെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ആൾക്കാർ ക്രിസ്തുമതത്തിൽ ലയിച്ചു ചേർന്നില്ല. കാരണം ക്രിസ്തുമതത്തിന് എപ്പോഴും ആ പറഞ്ഞ പോലെ ജാതി ഘടന അവിടെ നിലനിന്നുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ചെന്നിട്ട് അവർക്ക് ഇവിടെ ലയിച്ചു ചേർന്ന പോലെ ഒരു തുല്യ അവകാശം കിട്ടാത്തവരായി മാറി അവർ വീണ്ടും പുതിയ ക്രിസ്ത്യാനിന്നോ പഴയ ക്രിസ്ത്യാനിന്നോ നാടാർ ക്രിസ്ത്യാനിന്നോ ഒക്കെ അറിയപ്പെടുന്ന രീതിയിൽ ഉപജാതികളായി തന്നെ നിലനിൽക്കുകയും അതിന്റെ ബുദ്ധിമുട്ട് അത് തന്നെ അവർ പ്രതിഷേധത്തിന് കാരണമായി. അങ്ങനെയാണ് പാമ്പാടി ജോൺ ജോസഫിനെ പോലുള്ളവരൊക്കെ ഉയർന്നു വരികയും ഈ വത്തിക്കാനോട് തന്നെ സമരം ചെയ്യാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹനാൻ എന്ന് പറയുന്നതാണ്. അപ്പം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയവർക്ക് ക്രിസ്തുമതത്തോട് ലയിച്ച് മതം അവരെ ഉൾക്കൊള്ളാതെ അവരെ വീണ്ടും ജാതികൾ കെട്ടി നിർത്തുന്നതിലൂടെ ഉണ്ടായ പ്രതിഷേധങ്ങളുടേതായ ഒരു ഘട്ടവുംകൂടെയാണ് അയ്യങ്കാളിയും കൂടെ പ്രാപ്തനാകുന്നത്. അയ്യങ്കാളി മതപരിവർത്തനം ചെയ്ത ഒരാളല്ല ഇപ്പോഴും. അദ്ദേഹത്തിന്റെ സമരങ്ങൾക്ക് വലിയ പിന്തുണയായി മാറിയത് ഈ വിവിധ മതപരിവർത്തനം, ദലിതരിൽ നിന്ന് മതപരിവർത്തനം നടത്തിയവരുമായിട്ടുള്ള സഹകരണം മൂലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തോമസ് വാദ്യാർ എന്ന് പറയുന്ന ഒരു ആളാണ് അദ്ദേഹത്തിന്റെ മാസിക പ്രവർത്തനം നടത്താനായിട്ട് അന്ന് സഹായിച്ചത്. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ പ്രസംഗങ്ങൾ എഴുതി കൊടുക്കുകയും അതേപോലെ തന്നെ അയ്യങ്കാളി നിവേദനങ്ങളൊക്കെ എഴുതി കൊടുത്തത് ദലിതൻ തന്നെയായ തോമസ് വാദ്യാർ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ചരകൻ സോളമൻ എന്ന് പറയുന്ന ഒരാള്, പിന്നെ ഗോപാലദാസൻ, ഇവരെല്ലാം ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനപ്പെടുകയും പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേന് അവിടെയും ജാതി പ്രശ്നമുള്ളതുകൊണ്ട് തിരിച്ച് ഈ കമ്മ്യൂണിറ്റിയെ മൊത്തമായി കമ്മ്യൂണിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഉയർന്നു വരികയും ചെയ്ത സാമൂഹിക വിപ്ലവങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് മാമ്പുറം തങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം മതത്തിലും മതം എന്ന് പറയുന്ന ജാതി വിവേചനം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനകത്തൊരു വരേണ്യത ഉണ്ടാവാം, പക്ഷെ ജാതി അല്ല എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് വരേണ്യ വിഭാഗം കണ്ടേക്കാം. പക്ഷെ അത് ജാതി അവഗണന കൊടുത്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മണ്ഡലത്തിൽ മുസ്ലിം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായതിലൂടെ ഈ മതപരിവർത്തനത്തിലേക്ക് വളരെ ശക്തമായിട്ട് പോകുക എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് കൊളോണിയൽ ആധുനികതയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ ഈ ഹിന്ദു സമൂഹത്തോട് എതിരിടാൻ നിരന്തരമായിട്ട് മതപരിവർത്തനം അനിവാര്യമാണെന്ന് തോന്നുന്ന ഒരു മുന്നേറ്റം നിരന്തരമായിട്ട് കീഴ്ജാതിക്കാരിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു.
സഹോദരയ്യപ്പനെ അറിയാം നമുക്ക്. അവരുടെ ബുദ്ധിസം തന്നെയാണ്. അവർ ഹിന്ദുമതത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ സി കൃഷ്ണൻ എന്ന് പറയുന്ന ഈഴവ നേതാവ് ഉണ്ട്, മിതവാദി എന്ന് പറഞ്ഞ പത്രം നടത്തിയിരുന്നു. അവരൊക്കെ ഹിന്ദുക്കൾ വിട്ടുപോകണമെന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ ഹിന്ദുമതത്തോട് തന്നെ വിടുവാശി ചെയ്യുന്ന, അതിനെ ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന സമയത്തും കൂടെയാണ് അയ്യങ്കാളിയെപ്പോലുള്ളവർ ഉയർന്നു വന്നത്. ഈ സമയത്ത് പക്ഷേ ഹിന്ദുക്കളൊരു വിഭാഗം ശക്തമായി മുൻകൂട്ടി തന്നെ തിരിച്ചറിഞ്ഞിരുന്നത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകും, അല്ലെങ്കിൽ അവർ അന്ന് വരെയും ആധുനിക തുടക്കകാലത്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെൻസസ് വരെയും ഈ ഹിന്ദുമതത്തിന്റെ ഒരു തരം ഹിന്ദുമതത്തിലെ ഹിന്ദുക്കളായിട്ട് ദരിദ്രരെയോ പിന്നോക്കക്കാരെയോ ഉൾപ്പെടുത്തേണ്ടതില്ലെന്നും അവരുടെ ശ്രേഷ്ഠ മതമായിട്ട് ഹിന്ദുക്കൾ നിലനിന്നാൽ മതി എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ സെൻസസ് ഒന്നാമത്തെ സെൻസസോട് കൂടി ആയപ്പോഴാണ് ഹിന്ദുക്കൾക്ക് മനസ്സിലാവുന്നത് അവർ ന്യൂനപക്ഷമാകും, വമ്പിച്ച രീതിയിൽ ന്യൂനപക്ഷമാകുമെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ നേതാവാണ് സവർണർ എന്ന് പറഞ്ഞ നേതൃത്വ പദവി അവർക്ക് നഷ്ടപ്പെടുമെന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട് അവർ ശരിക്കും കീഴ്ജാതിക്കാരെയും കൂടെ ഹിന്ദു മതത്തിലേക്ക് ഉൾച്ചേർക്കാനുള്ള ശ്രമം കൂടെ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം ചട്ടമ്പി സ്വാമികളൊക്കെ ഈ വലിയൊരു പ്രശ്നമായിട്ട് ക്രിസ്തുമതം അവിടെ ക്രിസ്തുമതത്തിലേക്ക് ആൾക്കാർ പരിവർത്തനപ്പെടുന്നത് ഹിന്ദുമതത്തിന്റെ ഒരു വലിയ നാശമായി കണ്ടുകൊണ്ട് മുന്നോട്ടിറങ്ങിക്കൊണ്ട് ക്രിസ്തുമത ഛേദനം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിലുണ്ട്. അങ്ങനെ മതപരിവർത്തനത്തോടുള്ള മതപരിവർത്തനത്തെ വലിയൊരു വരാൻ പോകുന്ന ഒരു ദുരന്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അയ്യങ്കാളിയുടെ സമരങ്ങൾ അക്കാലത്ത് രൂപപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം കാർഷിക ജനത എന്ന നിലയിൽ ദരിദ്രന്റെ 90% പേര്, പ്രത്യേകിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പുലിയ കുറവ എന്നൊക്കെ പറയുന്ന ജാതി വിഭാഗങ്ങൾ ഏറെക്കുറെ കാർഷിക വിഭാഗങ്ങളാണ്. ഈ കാർഷിക മേഖലയിലും അതേപോലെ കൈത്തൊഴിൽ മേഖലയിലും വമ്പിച്ച മാറ്റങ്ങളാണ് കൊളോണിയലിസം വരുത്തിയത്. ആദ്യമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് രൂപപ്പെടുന്നത് കേരളത്തില്. അതേപോലെ തന്നെ റോഡുകൾ രൂപപ്പെടുന്നു, റോഡ് ഗതാഗതം. അതേപോലെ തന്നെ വലിയ കൃഷിയിടങ്ങൾ, അതായത് കുട്ടനാട് പോലുള്ള സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് വലിയ കൃഷികൾ നടക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം, കൂലി പണമായി, അതുവരെ പദമായിട്ട് നെല്ലോ അതുപോലത്തൊക്കെ കൊടുത്ത് ധാന്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതിന് സമ്മാനം പണം കൊടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മൂവ്മെന്റ്, പുതിയ മൂവ്മെന്റുകൾ, ജാതി വ്യവസ്ഥയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്തതും വളരെ അകന്നു നിൽക്കുന്നതും ആൾക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാതെ അങ്ങനെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ പോലെ ഒരുതരം ചതുപ്പ് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇതിന് മാറ്റം വരുത്തുന്നതിന് കൊളോണിയലിസം ഒരുപാട് തരത്തിലുള്ള അതിൻ്റെ തൊഴിൽ പരിഷ്കാരങ്ങൾ, ഈ പണം കൊടുക്കാനുള്ള മാറ്റങ്ങൾ വരുത്തുന്നതോടുകൂടി പ്രത്യേകിച്ച് കീഴ്ജാതിക്കാരുടെ അകത്ത് ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങളുമാണ്. അത് പ്രത്യേകിച്ച് പുലിയ സമുദായം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കിട്ടുന്നതിലൂടെ, മറ്റേ പണം കിട്ടുന്നതിലൂടെ, പണമായിട്ട് കൂലി കിട്ടുന്നതിലൂടെ അവകാശബോധങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തതിന്റെ ഭാഗവും കൂടിയാണ് ഒരു സാമൂഹ്യ സമരങ്ങളിലേക്ക് അയ്യങ്കാളി കടന്നു വരുന്നത്. അപ്പൊ ഈ അയ്യങ്കാളിയുടെ സമരങ്ങളെ ഒരു വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഓർമ്മയെപ്പറ്റി തുടക്കത്തിൽ പറഞ്ഞ ഒന്നുകൂടെ പറയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അത് അയ്യങ്കാളിയുടെ ഒരു പറഞ്ഞ പോലെ 70 ഘട്ടത്തിലാണ് കേരള സമൂഹത്തിൽ അയ്യങ്കാളി പുനഃസ്ഥാപിക്കപ്പെടുന്നത്. അയ്യങ്കാളിയുടെ ഓർമ്മകൾ, അയ്യങ്കാളിയെ പറ്റി ഔദ്യോഗികമായിട്ട് രേഖകളിലേക്ക് അയ്യങ്കാളി കടന്നു വരുന്നു വിസ്മരിക്കപ്പെട്ടതിന് ശേഷം. ഇങ്ങനെ വരുമ്പോഴത്തേന് 2-3 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. ഒന്ന് ഗാന്ധിയുടെ ഒരു വ്യാഖ്യാനം, അതായത് ദേശീയവാദത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഗാന്ധി അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അയ്യങ്കാളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്തൊരു പട്ടമാണ് പുലിയ രാജാവ്. സത്യം പറഞ്ഞാൽ അയ്യങ്കാളി പുലിയ രാജാവ് ആയിരുന്നില്ല. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം കൊണ്ടൊരു സംഘം പ്രവർത്തിപ്പിക്കുകയും എല്ലാ ജാതികളിൽപ്പെട്ട ദരിദ്രരായ എല്ലാ ജാതികളിലും മതത്തിലുംപ്പെട്ട ക്രൈസ്തവ മതത്തിലും പെട്ടവരെയും കൂടെ ഉൾക്കൊള്ളുന്ന അദ്ദേഹം നിയമസഭയിലേക്ക് അദ്ദേഹം രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്തതും ഒക്കെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചവരൊക്കെ ക്രിസ്ത്യാനികളൊക്കെ കൂടിയാണ്. അപ്പം പക്ഷെ അദ്ദേഹത്തെ പുലയ രാജാവാണെന്നുള്ള പദവി കൊടുത്തുകൊണ്ട് പുലയരുടെ മാർഗങ്ങൾക്ക് പ്രതിദാനമാക്കിക്കൊണ്ടുള്ള ഒരു ദേശീയവാദ കൽപ്പന അയ്യങ്കാളിയുടെ പേരിലുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഒപ്പം തന്നെ 1930 തന്നെ കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ വികസിക്കുകയും കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടിയായി
ജീവിക്കുകയാണെങ്കിലാണ് ദരിദ്രർക്കൊക്കെ ഇനി രക്ഷയുള്ളതെന്നുള്ള രീതിയിലുള്ള വ്യവഹാരം രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ ദരിദ്രരുടെ ഈ നവോത്ഥാനധാര തന്നെ തകർത്ത് പോവുകയും കമ്മ്യൂണിസ്റ്റുകാരായി അവരൊക്കെ മാറുകയും കമ്മ്യൂണിസ്റ്റുകൾക്ക് വെള്ളംപൂരികളും വിറകൂട്ടുകളായി മാറുകയും തല്ലുകൊള്ളുന്നവരൊക്കെ ആയി മാറുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്ക് ഇപ്പോഴും തുടരുന്നൊരു കാര്യമാണ്. ഈ ഘട്ടത്തിൽ അവരുണ്ടാക്കിയ ഒരു വ്യവഹാരം, അവർ കർഷകത്തൊഴിലാളി എന്ന് പറഞ്ഞ് നാമീകരിക്കപ്പെട്ടു. അദ്ദേഹം നടത്തിയ ഒരു പണിമുടക്ക് സമരമുണ്ട്. പക്ഷെ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ സമരമാണെങ്കിലും അതിന്റെ നായകനാണ്. കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ നായകന്മാർ, അതിന്റെ ആദിമ പിതാക്കന്മാരുടെ ഒരാളാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞ് കർഷക തൊഴിലാളി എന്ന് പറഞ്ഞ നാമത്തിനകത്ത് അയ്യങ്കാളിയെ സ്ഥാപിച്ചുകൊണ്ടുള്ളൊരു വ്യവഹാരമാണ് വന്നത്. പിന്നീട് വന്നത് എമ്മലുകാരുണ്ടായിരുന്നു. 70കളിലൊക്കെ കേരളത്തിൽ ഒരു എമ്മൽ വ്യവഹാരം ഉണ്ടായിരുന്നു, മാർക്സിസ്റ്റ്. അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗം, അവർ തൊഴിലാളികളെ കാണുന്നുണ്ട്. പക്ഷെ കർഷകർ എന്ന് പറയുന്ന വിഭാഗം കഴിഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ അവർ കണ്ടത് ദരിദ്ര ഭൂരഹിത കർഷകർ എന്നുള്ളതാണ്. അങ്ങനെ ദരിദ്ര ഭൂരഹിത കർഷകരുടെ പ്രതിനിധാനമായിട്ട് അയ്യങ്കാളിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദരിദ്രരിൽ നിന്ന് പുതിയതായിട്ട് വികസിച്ച് വന്നൊരു വിഭാഗം അവരാണ് അയ്യങ്കാളിക്ക് വേറെ, അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവരുടേതായ മുഖ്യധാര ദേശീയവാദത്തിന്റെയോ മാർക്സിസത്തിന്റെയോ അൾട്രാ മാർക്സിസത്തിന്റെയോ പരികല്പനകളല്ലാതെ ഇവരുടേതായ ഒരു വ്യാഖ്യാനം കൂടെ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് അയ്യങ്കാളിയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ കേരള സമൂഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കീഴാള സമൂഹങ്ങളെ കേന്ദ്രീകരിച്ച് നടന്ന സാമൂഹിക വിപ്ലവങ്ങളാണ്. അതായത് സോഷ്യൽ റിഫോർമേഷന്, അതായത് ശ്രീനാരായണ ഗുരുവിനെയോ അയ്യങ്കാളിയെയോ ഒക്കെ വേണമെങ്കിൽ അവർ സൂചിപ്പിച്ചത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് വിളിച്ചിരുന്നപ്പോൾ ദലിതരിൽ നിന്ന് ഉയർന്നു വന്ന പുതിയ വിഭാഗങ്ങൾ, പുതിയ ബുദ്ധിജീവികളും പുതിയ തരത്തിലുള്ള സംഘടനകളും പുതിയ ചെറു സംഘടനകളാണ്, ഇന്നത്തെ പ്രബലമായിരുന്നില്ല. അവരൊക്കെ അദ്ദേഹം ഒരു കേരള സമൂഹത്തെ നിലച്ചു പോയി. അപ്പൊ ഈ സോഷ്യൽ റിഫോർമേഷൻ എന്നുള്ള വാക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉപയോഗിച്ചാൽ അത് നിലച്ചു പോയി, അത് അവസാനിച്ചു പോയി എന്നുള്ള അർത്ഥം കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് EMSന്റെ ഒക്കെ വരുമ്പോൾ EMSിലേക്കൊക്കെ ചരിത്രം വരുന്നതിന് കാരണം മറ്റുള്ളവരുടെ ചരിത്രം നിലച്ചു പോയി എന്നുള്ളതാണ് അർത്ഥം. കീഴാള സമൂഹങ്ങളിൽ ചരിത്രത്തിൽ തന്നെ ഇനി നിൽക്കുന്നവർ ഒന്നിലെ ജാതിവാദികളായിട്ടോ സ്വത്വവാദികളായിട്ടോ അല്ലെങ്കിൽ കാപട്യത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു ജാതിമത വർഗീയ ശക്തികളായി നിലനിൽക്കുന്നവരാണെന്നും അല്ലാതെ പുരോഗമനമുള്ളവര് എന്ന് പറയുന്നത് വർഗ പ്രസ്ഥാനങ്ങളിലേക്ക് മാറുന്നവരാണെന്നുള്ള ഒരു സങ്കല്പം വരികയും പഴയ പ്രസ്ഥാനങ്ങളെ, അയ്യങ്കാളി അടക്കമുള്ളവരുടെ പ്രസ്ഥാനങ്ങളെ വ്യാഖ്യാനിക്കാൻ അവരുപയോഗിച്ചത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നുള്ളതാണ്. പക്ഷെ ഈ ദലിത്വാദം ഉയർന്നു വന്ന അപ്പോൾ അതൊരു കാരണങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് ദലിത്വാദം കേരളത്തിൽ ഉയർന്നു വന്നാൽ ഇന്ത്യയിൽ ഉയർന്നു വന്നുള്ള പല കാരണങ്ങളുണ്ട്. എന്തായാലും മാർക്സിസം പോലുള്ള പ്രത്യശാസ്ത്രത്തിന്റെ ഒപ്പം അതിനോ അന്നത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ അകത്ത് രൂപപ്പെട്ടതോ അതിന്റെ സപ്ലിമെന്റ് ആയിട്ട് രൂപപ്പെട്ടതോ അല്ല, അത് വേറിട്ട് രൂപപ്പെട്ടാണ്. അവരുടെ വ്യാഖ്യാനം പ്രകാരം അയ്യങ്കാളിയിലേക്ക് അവർ വ്യാഖ്യാനിച്ചത് കേരളത്തിലും ഇന്ത്യയിലും അതിശക്തമായ ഒരു സാമൂഹ്യ വിപ്ലവധാരത്തിലേക്കുണ്ട്. ഈ സാമൂഹ്യ വിപ്ലവധാരയാണ് ഇന്ത്യയിലെ ജനാധിപത്യം ഇന്നത്തെ പറയുന്ന നമ്മളെ നവീകരിക്കപ്പെടുന്നു ആധുനികവൽക്കരിക്കാനും ഒക്കെ പ്രേരണയായിരുന്നു. അങ്ങനെയുള്ള ഒരു പൊതുപാഠം ഉയർത്തുന്നു. അങ്ങനെ അയ്യങ്കാളിയെ സാമൂഹ്യ വിപ്ലവകാരിയായി കാണുകയും അയ്യങ്കാളിയുടെ സമരങ്ങൾ അങ്ങനെ സാമൂഹ്യ വിപ്ലവത്തിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അയ്യങ്കാളിയെ പറ്റിയുള്ള ആ നാമീകരണങ്ങൾ മൂന്നും മാറ്റേണ്ടി വരും. പുലയ രാജാവ് എന്നുള്ള നാമീകരണം മാറ്റേണ്ടി വരും, പേരിടേക്ക് മാറ്റേണ്ടി വരും. കർഷക തൊഴിലാളി നേതാവ് എന്നുള്ള പേരിട്ട് കപ്പലിൽ കളയേണ്ടി വരും. അല്ലെങ്കിൽ ഭൂരഹിത കർഷകരുടെ ഒരു നേതാവ് എന്നുള്ള സങ്കല്പമൊക്കെ കളഞ്ഞുവിട്ട് സാമൂഹിക വിപ്ലവത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേന് ഇത് വരും. ഇന്ത്യയിലെ കീഴാള സമൂഹങ്ങൾ ബുദ്ധിസത്തിന്റെ കാലം മുതൽ നടത്തിയിട്ടുള്ള പൂലെയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഒക്കെ വലിയ ശക്തമായൊരു ധാര ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ധാര അബ്രാഹ്മണികമാണ്, അവ ജാതി വിരുദ്ധമാണ്, ഇന്ത്യയിലെ സമത്വത്തെ പറ്റി സങ്കല്പമുള്ളവരാണ്. എപ്പോഴും പ്രത്യക്ഷമായിട്ട് ഇന്ത്യയിൽ ജനാധിപത്യത്തെ ഈ ജനാധിപത്യത്തിന് പകരം ഏകത്വം ബ്രാഹ്മണി ഏകത്വം വേണമെന്ന് പറയുന്ന ഭാവനയ്ക്കപ്പുറം പുതിയ ജനാധിപത്യപരമായിട്ടുള്ള സഹവർത്തിത്വത്തെ പറ്റിയൊക്കെ സങ്കല്പിച്ച് ധാരയുടെ അദ്ദേഹത്തെ കാണുകയും
അയ്യങ്കാളിനെ സാമൂഹിക വിപ്ലവം ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ സാമൂഹിക വിപ്ലവം നിലച്ചിട്ടില്ലെന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, എക്കാലത്തും തുടർന്നുകൊണ്ടാണെന്നും ഇന്ത്യയിലെ ബ്രാഹ്മണിസവും ജാതി പോകുന്നത് വരെയും ഇന്ത്യയുടെ സവർണാധികാരം ക്ഷയിക്കപ്പെടുകയും അത് അപ്രത്യക്ഷമാവുന്നവരെയും സാമൂഹിക വിപ്ലവങ്ങൾ നടക്കുമെന്നുള്ള ഒരു പുതിയൊരു മണ്ഡലം രൂപപ്പെടുക, പുതിയൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു ഭാവന മണ്ഡലം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മണ്ഡലം ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അയ്യങ്കാളിയുടെ ഓർമ്മയ്ക്ക് അതിശക്തമായ ഒരു വികാസം ഉണ്ടാകാൻ കഴിയും. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണല്ലോ, ആലോചിച്ച് കഴിഞ്ഞ 20-30 വർഷത്തിനുള്ളിൽ ഏറ്റവും പ്രസക്തമായി കേരള ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബിംബം അയ്യങ്കാളിയാണ്. കാരണം ഇപ്പം നമുക്ക് പറയപ്പെടേണ്ടി വരും, സപ്ലിമെന്റ് ഇറക്കേണ്ടി വരുന്നു മാസികൾക്ക്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഇവിടെ വരുന്നവർക്ക് അയ്യങ്കാളിയെ പറ്റി പറയേണ്ടി വരുന്നുണ്ട്, അവധി വേണ്ടി വരുന്നു. അങ്ങനെ മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറി. സ്ത്രീകളുടെ വിദ്യാഭ്യാസം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അയ്യങ്കാളി പഞ്ചമീനെ കൈകൊണ്ട് ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടുപോയത് വരുന്നു. അതേപോലെ തന്നെ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് സാമൂഹ്യ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നമാണ്. പൊതുവഴി, ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പൊതുവഴി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നത് അയ്യങ്കാളിയുടെ സമരത്തിന് ശേഷമാണ്. അതേപോലെ തന്നെ എതിർത്ത് നിന്ന് ചോദ്യം ചെയ്യുക, അവകാശം മേടിക്കുക. മറിച്ച് ഗാന്ധിയൻ വ്യവഹാരത്തിനൊരു പ്രത്യേകത ഉണ്ട്, നമ്മളൊരിക്കലും മുഷിപ്പിക്കരുത്, സഹനത്തിൻ്റെയും ഒക്കെ ഒരു മാതൃകയിലായിരിക്കണം. അല്ലെങ്കിൽ സവർണന്റെ ഉദാരതയ്ക്കകത്താണ് ജാതി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരിക്കലും ഹിന്ദുവിന്റെ ഒരു ഹൈന്ദവ വ്യവസ്ഥയുടെ ഹിംസാത്മകത കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ അദ്ദേഹം ഒരുതരം അനാചാരങ്ങൾ, കുറച്ചൊക്കെ ന്യൂനതകൾ മാത്രമേ കണ്ടുള്ളൂ. മറിച്ച് അയ്യങ്കാളി ഇപ്പോൾ ഉള്ളവരങ്ങനെയല്ല, മേധാവിത്വത്തോട് എതിർത്ത് നിന്ന് ചോദ്യം ചെയ്ത് തന്നെ മേടിക്കേണ്ടതാണ് അവകാശം എന്ന് പറയുന്നൊരു ബോധത്തിലേക്ക് വരുന്ന പുതിയ തരത്തിലുള്ള ആധുനിക കർത്തൃത്വ ബോധത്തിലേക്ക് വികസിപ്പിച്ചെടുത്തൊക്കെ അയ്യങ്കാളി അങ്ങനെ ഈ 70 മുതൽ 80 മുതൽ ഈ 2000 വരെയുള്ള ഘട്ടത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയ കേരള സമൂഹം രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്മറിയാണ് അയ്യങ്കാളിയുടെ. ആ അയ്യങ്കാളിയുടെ മെമ്മറി രൂപപ്പെടുത്താനായിട്ടുള്ള കാരണങ്ങളിലൊന്ന് എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ ഒരു പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടതും ദലിത് സമുദായത്തിൽ മാസികകൾ നടന്നു. ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരുപാട് മാസികകൾ നടത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ പൊതുമണ്ഡലത്തിലേക്ക് എഴുതുന്നതിന് മുമ്പ് ചെറു മാസികകളുണ്ടായിരുന്നു. ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരുവിൽ തന്നെ ഒരുപാട് പേര് ജീവിച്ചതുകൊണ്ടും ഒരുപാട് സമൂഹങ്ങളോട് ഇന്റർമിംഗിൾ ചെയ്തതും മറ്റുള്ള സമൂഹങ്ങളെ കണ്ടെത്താനും കൂടെ കഴിഞ്ഞുകൊണ്ടാണ്. അതാണ് ആദ്യത്തെ പ്രശ്നം. ഞാൻ ഒരു സമയം പറഞ്ഞ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കേരള നവോത്ഥാനത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിനൊക്കെ ശേഷം അത് നമുക്കൊരു ഉദാഹരണം ഞാൻ പറയാം. രണ്ടിടങ്ങഴി എന്ന് പറയുന്ന കേരള സമൂഹത്തിലൊരു നോവലുണ്ട്, തകഴിയുടെയാണ്. തകഴിയുടെ നോവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുള്ള ആളാണ്, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ള വലിയ കേരളത്തിലെ വലിയ ഇതാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് കുട്ടനാട്ടിലെ ദലിതരുടെ ഇതിഹാസകാരകരാണ് അദ്ദേഹം എന്നാണ് നിരൂപകരെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം തന്നെ ദലിത ജീവിതത്തെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവസാനം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ദലിത് സാഹിത്യത്തെ പറ്റി ചർച്ച നടക്കുമ്പോൾ പോലും തകഴി കണ്ടുപിടിച്ച ദലിതരിലൂടെയാണ് ദലിതർ കൊണ്ടാക്കിയെടുത്ത തകഴിയാന്ന് പറയുന്നൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. ഈ വ്യാഖ്യാന പ്രകാരത്തിന്റെ രണ്ടിടങ്ങളിൽ ദലിത് ജീവിതമാണ്. ഈ ജീവിതത്തിൽ നേരിട്ട് കുട്ടനാട്ടിലെ ദലിതരുടെ ഒരു ജീവിതമാണ്. ഇതില് കുട്ടനാട്ടിലെ ദലിതരുടെ ഭയങ്കര അധമത്വവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നടന്നു ചെയ്തു. പക്ഷെ അവരുടെ സ്ത്രീകളുടെ ചരിത്രത്തെ പറ്റി പറയുന്നുണ്ട്, വളരെ കഠിനാധ്വാനത്തെ പറ്റി പറയുന്നുണ്ട്, അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവെല്ലാം അദ്ദേഹം പറയുന്നു. ചരിത്രം പെട്ടെന്ന് യൂണിയൻ രൂപപ്പെടുത്തുക, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കർഷകത്തൊഴിലാളി യൂണിയൻ രൂപപ്പെടുത്തുന്നതോടുകൂടി ചരിത്രം തുടങ്ങും. അതുവരെ അവർക്ക് ചരിത്രമില്ലാത്തവരായി മാറുന്നു എന്ന് പറയുന്ന ഒരു ഇതാണ് കേരളത്തിന്റെ ബോധം. പക്ഷെ അങ്ങനെയല്ല. ദലിതരിൽ നിന്ന് തന്നെ ചരിത്രം നിർമ്മിച്ചവരുണ്ടായിരുന്നു, ചരിത്രം
രൂപപ്പെടുത്തിയത്, ചരിത്രത്തിൽ ഇടപെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തെ സീൽഡ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ചരിത്രം പറയുന്നതിനെയാണ് 80-90 പ്രസ്ഥാനങ്ങൾ ദ്വീപുകളൊക്കെ മാറ്റി എഴുതിയത്. അപ്പോഴവർ പുതിയതായിട്ട് വ്യാഖ്യാനിച്ചു. അവരാണ് റിമറെ കൊണ്ടുവന്നത്. അപ്പോഴൊരു പ്രത്യേകത, അവർ മറ്റുള്ളവരെയും കൂടെ വായിക്കണം. അപ്പൊ ഞങ്ങൾ നിന്നിട്ട് അയ്യങ്കാളിയെ പറ്റി ഇതിഹാസം മാത്രം പറയുകയല്ല ചെയ്തത്, പ്രകൃതനം മാത്രമല്ല പറയുക, കേരളത്തിൽ നിലച്ചു പോയ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇവിടെ പറയായിരുന്നു. കാരണം സഹോദരയ്യപ്പനെ പറ്റി പറയേണ്ടി വന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് നവോത്ഥാനത്തെ പറ്റിയുള്ള അടച്ചു കളഞ്ഞ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെടുത്തോടുകൂടി ദലിതന്റെ എല്ലാ പ്രശ്നങ്ങളും, അല്ല ഇന്ത്യയിലെ കീഴ്ജാതിക്കാരുടെ മുഴുവൻ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് സീൽഡ് ഓഫ് ചെയ്ത് വെച്ചിരുന്ന ആ ചരിത്രത്തെ, അടച്ചു വെച്ചിരുന്ന ഈ ചരിത്രത്തെ പുനർവ്യാഖ്യാനിക്കാനും പുതിയതായിട്ട് തുറക്കണമെങ്കിൽ ദലിതരുടെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരായിരുന്നു, മറ്റുള്ളവരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പഴയ മാസികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. മാസികളൊക്കെ നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഈ മലബാർ കലാപം അടക്കമുള്ളതിനെ പറ്റി പറഞ്ഞുകൊണ്ടും കൂടിയാണ് നിങ്ങൾ വന്നത്. അങ്ങനെ ഒരു സാമൂഹിക അർത്ഥത്വത്തേക്ക് വികസിച്ചു വരുമ്പോൾ പ്രസ്ഥാനത്തിന്റെ കർഷക തൊഴിലാളി യൂണിയൻ രൂപപ്പെടുത്തുന്നതോടുകൂടി ചരിത്രം തുടങ്ങുന്നു. അതുവരെ അവർക്ക് ചരിത്രമില്ലാത്തവരായി മാറുന്നു എന്ന് പറയുന്ന ഒരു ഇതാണ് കേരളത്തിന്റെ ബോധം. പക്ഷെ അങ്ങനെയല്ല. ദലിതരിൽ നിന്ന് തന്നെ ചരിത്രം നിർമ്മിച്ചവരുണ്ടായിരുന്നു, ചരിത്രം രൂപപ്പെടുത്തിയവർ, ചരിത്രത്തിൽ ഇടപെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തെ സീൽഡ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ചരിത്രം പറയുന്നതിനെയാണ് 80-90 പ്രസ്ഥാനങ്ങൾ ദ്വീപുകളൊക്കെ മാറ്റി എഴുതിയത്. അപ്പോഴവർ പുതിയതായിട്ട് വ്യാഖ്യാനിച്ചു. അവരാണ് റിമറെ കൊണ്ടുവന്നത്. അപ്പോഴൊരു പ്രത്യേകത, അവർ മറ്റുള്ളവരും കൂടെ വായിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ നിന്നിട്ട് അയ്യങ്കാളിയെ പറ്റി ഇതിഹാസം മാത്രം പറയുകയല്ല ചെയ്തത്, പ്രകൃതനം മാത്രമല്ല പറയുക, കേരളത്തിൽ നിലച്ചു പോയ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇവിടെ പറയായിരുന്നു. കാരണം സഹോദരയ്യപ്പനെ പറ്റി പറയേണ്ടി വന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് നവോത്ഥാനത്തെ പറ്റിയുള്ള അടച്ചു കളഞ്ഞ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെടുത്തോടുകൂടി ദലിതന്റെ എല്ലാ പ്രശ്നങ്ങളും, അല്ല ഇന്ത്യയിലെ കീഴ്ജാതിക്കാരുടെ മുഴുവൻ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് സീൽഡ് ഓഫ് ചെയ്ത് വെച്ചിരുന്ന ആ ചരിത്രത്തെ, അടച്ചു വെച്ചിരുന്ന ഈ ചരിത്രത്തെ പുനർവ്യാഖ്യാനിക്കാനും പുതിയതായിട്ട് തുറക്കണമെങ്കിൽ ദലിതരുടെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരായിരുന്നു, മറ്റുള്ളവരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പഴയ മാസികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ദലിത് മാസികളൊക്കെ നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഈ മലബാർ കലാപം അടക്കമുള്ളതിനെ പറ്റി പറഞ്ഞുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരു സാമൂഹിക അർത്ഥത്വത്തേക്ക് വികസിച്ചു വരുമ്പോൾ പുതിയൊരു സഹവർത്തിത്വത്തിന്റെ മേഖലയെ പറ്റിയുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി ആണ് വികസിച്ചു വന്നത്. അതൊരു പുതിയ തരത്തിലുള്ള, പഴയ അതിനെ തന്നെ നിഷേധിച്ച് പുതിയ ഒന്നിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അയ്യങ്കാളിയുടെ ഈ ഓർമ്മകളുടെ പുനഃസ്ഥാപനത്തിനും ഇത്ര പവർ ഉണ്ടാവാൻ കഴിഞ്ഞെന്നും ഇന്നത് പലർക്കും അതിശയമായിട്ടൊക്കെ തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചർച്ചകളുടെ ഒരു പ്രത്യേകത, അവ നമ്മുടെ ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു ആവശ്യകതയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. പുതിയ തരത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരേണ്ട ആവശ്യം നമുക്ക് ബാധ്യപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യത്തിനകത്താണ് നമ്മൾ ഈ ചർച്ചകൾ നടക്കുന്നത്. കൊണ്ട് തന്നെ ഇതുപോലത്തെ ചർച്ചകളും ഇതുപോലത്തെ ആവിഷ്കാരങ്ങളും ഭാവിയിലും ഇന്നും നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.